ഫ്രാൻസിസ് അസീസിയുടെ ഒരു ഫിലിം പ്രാഞ്ചേട്ടൻ ദ സെയിന്റ് എന്ന് പറഞ്ഞ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയിൽ കണ്ട ഒരു ഭാഗം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. നായകനായ മമ്മൂട്ടി ഫ്രാൻസിസ് അസീസിയുടെ രൂപത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നായകൻ തന്നെ പറയുന്നുണ്ട്, പ്രാഞ്ചേട്ടൻ ഒന്നും മനസ്സിലായി കാണില്ല, പ്രാഞ്ചേട്ടൻ വേറെ ഏതോ ഒരു ലോകത്ത് ജീവിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് പുണ്യാളനൊന്നും പിടികിട്ടി കാണില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടി തിരിച്ചു നടക്കുന്ന ഒരു രംഗമുണ്ട്. ആ തിരിച്ചു നടക്കുമ്പോൾ ഫ്രാൻസിസ് പുണ്യാളൻ വിളിക്കുന്ന ഒരു രംഗം, അരിപ്രാഞ്ചിയെ എന്ന് വിളിച്ചിട്ട്. അത് ആ കേൾക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ രണ്ടുപേരുടെയും കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. ആ ഡയലോഗ് കഴിയുമ്പോൾ മമ്മൂട്ടി പറയുക, പ്രാഞ്ചേട്ടൻ നമ്മുടെ പുണ്യാളൻ ആൾ സൂപ്പറാണ്, ആൾക്കെല്ലാം അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുണ്യാളനെല്ലാം അറിയാം. പ്രധാനമായിട്ട് എനിക്ക് തോന്നുകയാണ്, നമ്മൾ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ വെറോനിക്കയെ കാണുന്നുണ്ട്. ഈശോയുടെ മുഖം പതിപ്പിച്ചെടുക്കുന്ന ഒരു വെറോനിക്ക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുഖം വെറോനിക്ക പതിപ്പിച്ചെങ്കിൽ ഫ്രാൻസിസ് പുണ്യാളൻ പതിപ്പിച്ചത് ഈശോയുടെ മുഖം മാത്രമല്ല, ആ ജീവിതം മുഴുവനാണ്. ഈശോയുടെ ജീവിതം മുഴുവൻ പതിപ്പിച്ചെടുത്തതുകൊണ്ടാണ് ലോകം ഫ്രാൻസിസ് അസീസിയെ രണ്ടാം ക്രിസ്തു എന്ന രീതിയിൽ പറയുന്നത്. ആ വിശുദ്ധനെ രണ്ടാം ക്രിസ്തുവായിട്ട് ലോകം തിരിച്ചറിഞ്ഞത് ആ ദൈവത്തെ മുഴുവൻ പതിപ്പിച്ചെടുക്കാനുള്ള ആ കൃപ ഫ്രാൻസിസ് അസീസിക്ക് ലഭിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജീവിതം പതിപ്പിച്ചെടുത്തെങ്കിൽ ദൈവത്തിൻ്റെ മുഖചിത്രമായ മുഖഛായയായ ആ കരുണ എന്ന ഭാവം അത് ഫ്രാൻസിസ് അസീസിയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. സഹജീവികളോടുള്ള ഒരു മമത, ഒരു അലിവ് ആ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. വളരെ സിമ്പിളായി ജീവിച്ച ഒരു വ്യക്തി, എല്ലാ ജീവികളോടും സഹജീവികളോടും മുഴുവൻ സഹോദര സഹോദരി എന്ന രീതിയിൽ കണ്ട ഒരു വ്യക്തി, പ്രകൃതിയെ മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായി കണ്ട് സ്നേഹിച്ചൊരു വ്യക്തി, ഒരു സമാധാന പാലകൻ. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ സമാധാന പാലകൻ്റെ ആ കാരുണ്യം, ആ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടി അലിവുള്ള ഒരു ഹൃദയമാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, പത്രോസിനോട് ഈശോ പറയുന്ന ഒരു രംഗം, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവം പണിത പാറയാണ് ഫ്രാൻസിസ് അസീസി. ആ പാറ അത്ര ബഹുത്തായിട്ട് ദൈവം പണിയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും ഫ്രാൻസിസ് അസീസിയെ ആളുകൾ പിൻചെല്ലുന്നതും ആ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നതും. പ്രിയപ്പെട്ടവരെ, കുറെ കൂടി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഫ്രാൻസിസ് അസീസി നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കൂടുതലായി ദൈവത്തിലേക്ക് കടന്നു വരുവാൻ, നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവത്തിൻ്റെ ആ സ്നേഹത്താൽ നിറയുവാൻ പ്രത്യേകമായിട്ട് അസീസിയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അസീസി പുണ്യാളൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ മുഖചിത്രമായ ആ കരുണ, അത് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് നമ്മളെ ഓരോരുത്തരും അലിവിൻ്റെ ഒരു ഹൃദയമായി മാറുന്നത്, കരുണയുടെ ഒരു ഹൃദയമായി മാറുന്നത്, അനുകമ്പയുള്ള ഒരു ഹൃദയമായി മാറുന്നത്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ആ കരുണ നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ. പുണ്യാളൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പലതരത്തിൽ കരുണയോടെ കൂടി വർത്തിക്കുന്ന ഒരു പുണ്യാളനെ. മനുഷ്യനെ കടിച്ചു ചീർന്ന ചെന്നായെ പോലും നിയന്ത്രിക്കുന്ന ഒരു പുണ്യാളനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ കടിച്ചു കീറുന്ന ഒരു ചെന്നായിൽ പോലും മാറ്റം വരുത്താൻ അസീസി പുണ്യാളന് പറ്റിയെങ്കിൽ ദൈവത്തിൻ്റെ ആ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ, ആ കരുണയോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും അതുപോലെ തന്നെയായി മാറുകയാണ്. നമ്മൾ ആയിരിക്കുന്ന മേഖലകൾ മറ്റുള്ളവരോട്, ദൈവത്തിൻ്റെ മക്കളോട് കരുണയോടെ വർത്തിക്കുവാൻ നമുക്കും കഴിയുകയാണ്. ഈശോ വചനത്തിൽ പറയുന്നുണ്ട്, ഈ ചെറിയവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് ദൈവം സമ്മാനമായി തരുകയാണ്, കൃപ തരുകയാണ്. നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, നമ്മൾ ഈ ലോകത്തിലുള്ള ചെറിയവരെ നമ്മൾ സ്നേഹിക്കുമ്പോഴും ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അത് മറന്നു പോകാതിരിക്കട്ടെ. പ്രത്യേകമായിട്ട് സഹജീവികളോടുള്ള കരുണയാൽ നിറയുവാൻ, അലിവിനാൽ നിറയുവാൻ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം നമുക്കൊരു മാതൃകയാകട്ടെ. പ്രത്യേകമായി തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.